ജനങ്ങളുടെ ചിന്തക്കും അപ്പുറം കടന്നുപോയ രണ്ടുപേർ. അവരുടെ കരിയറിൻ്റെ ലോങ്വിറ്റി അത് എക്സെപ്ഷണലാണ്. പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലൂക്ക മോഡ്രിച്ചിനെയും ക്രിസ്ത്യാനോ റൊണാൾഡോയും കുറിച്ച് പറഞ്ഞതാണ്. ഇന്ന് ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32-ൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ട് ടീമുകളിലായിട്ട് മുൻ സഹതാരങ്ങൾ കൂടിയായ ലെജൻഡുമാർ നേർക്കുനേർ വരും. നമുക്ക് ഇന്ത്യൻ സമയം നാളെ 4:30 ടൊറൻറ്റോയിൽ ഈ കളി നടക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഫുട്ബോൾ ലോകത്തെ അതിശയിപ്പിച്ച രണ്ടുപേരാണ്. ചിന്തക്കപ്പുറമെന്ന് പറയാൻ കാരണം 40 വയസ്സ് കഴിഞ്ഞിട്ടും ഈ ലെവലിൽ കളിക്കുന്നില്ലേ. സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് അവർ പന്ത് തട്ടി കയറിപ്പോയത്. പക്ഷേ ഈ കളിക്കൊരു പ്രത്യേകതയുണ്ട്. രണ്ടിലൊരാൾ അവരുടെ വേൾഡ് കപ്പ് ജേണി ഇവിടെ അവസാനിപ്പിക്കും. അതാരായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. ഒരാൾ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ കളിച്ചതാണ്, ലൂക്ക മോഡ്രിച്ച്. പക്ഷേ അദ്ദേഹത്തിന് ആ കിരീടത്തിലൊന്ന് തൊടാൻ പറ്റിയില്ല. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇന്ന് വരെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് പോലും എത്താൻ പറ്റിയിട്ടില്ല. ഇത്തവണ അത് സാധിക്കും, ആ കിരീടം കൊണ്ടുപോകും എന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കുന്നു. ഇന്നത്തെ ദിവസം രണ്ടിലൊരു ലെജൻഡ് മടങ്ങും. റോബർട്ടോ മാർട്ടിനസിൻ്റെ വാക്കുകളിലേക്ക് തന്നെ പോകാം. അദ്ദേഹം പറയുന്നു, നമ്മൾ സംസാരിക്കുന്നത് ജനങ്ങളുടെ ചിന്തയെ മറികടന്നു പോയ രണ്ടുപേരെക്കുറിച്ചാണ്. അവരുടെ കരിയറിൻ്റെ ലോങ്വിറ്റി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും എക്സെപ്ഷണലാണ്. നമ്മൾ മോഡ്രിച്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 40 വയസ്സ് കഴിയുമ്പോൾ ഇപ്പോഴും കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ ക്യാപ്റ്റനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡ്രിച്ചും ഞങ്ങളുടെ ക്യാപ്റ്റനും വേൾഡ് ഫുട്ബോളിൻ്റെ ഐക്കൺസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു തർക്കവുമില്ല, ഇവർ രണ്ടുപേരും ലോക ഫുട്ബോളിൻ്റെ ഐക്കണുകളാണ്. പക്ഷേ അതിലൊരു ഐക്കൺ ഇന്ന് ലോക കിരീടത്തിലേക്കുള്ള ജേണി അത് സഫലമാവാതെ അവസാനിപ്പിക്കും. അതാരായിരിക്കും?